ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മുടെ നന്ദുട്ടൻ അവിടെ വന്ന് നിൽക്കണതാണല്ലോ, ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ നന്ദുട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കണ്ടേ കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞങ്ങൾ തല്ലിനും വഴക്കിനും വന്നതൊന്നല്ല, സി ഐ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ആ അമ്മയുടെ കവളത്ത് നോക്കിയിട്ട് നന്ദുട്ടൻ ചോദിക്കണ്ടേ കേട്ടോ, ഇവളുടെ കവളത്തൊരു പാടുണ്ടല്ലോ, ആരെ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, സാറിൻ്റെ അടുത്തോട്ട് ചെന്നാൽ മതി, സാറ് പറഞ്ഞുതരും ആരെ തല്ലിയെന്നൊക്കെ. അപ്പോൾ നന്ദുട്ടൻ പറയണ്ടേട്ടാ, നിനക്കും ഇയാൾക്കൊക്കെ തല്ലി കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്നെ എൻ്റെ ഭാര്യൻ്റെ ഒക്കെ ഒരുപാട് തല്ലിയതാണല്ലോ, ഇപ്പം എൻ്റെ മോളുടെ കാരണത്തും കൈവയ്ക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ട, ആര് കൈവച്ചു എന്നീ പറഞ്ഞേ. അപ്പോൾ വേണു പറഞ്ഞിട്ട്, അതാ മോള് പറഞ്ഞത്, സി ഐ സാറിനെ പോയി കണ്ടാൽ മതി പറയുന്നു. അപ്പോൾ നന്ദുട്ടൻ പറയട്ടെ, ഏതോ തരികടയായിട്ട് ഇറങ്ങിയതെന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയും, എൻ്റെ മേലിൽ തോന്നുന്നത് എനിക്ക് സഹിക്കില്ല, എന്നെ തല്ലിയവനെ ഉണ്ടല്ലോ അകത്താക്കാൻ വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോകും. അപ്പം നന്ദുട്ടൻ പറയട്ടോ, തല്ലെരന്ന് മേടിക്കുന്ന സ്വഭാവം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ. സത്യം പറയാലോ, ഇതിന് മുന്നേ തന്നെ നിൻ്റെ കവളത്ത് പാട് വേണ്ടതായിരുന്നു. അപ്പോൾ ആ നമിക ദേഷ്യം വന്നിട്ട് വേണുവിനെ നോക്കണം കേട്ടോ. വേണു കണ്ണുകൊണ്ട് ഇങ്ങനെ വേണ്ട എന്ന് കാണിക്കണേ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത്, നിങ്ങൾ കണ്ണൊന്നും കാണിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഇവിടെ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് ചോദിക്കേണ്ടത്, നീ എന്തൊക്കെയാണ് ചാനലിൽ കയറിയെന്ന് പറഞ്ഞത്? എന്നെ എൻ്റെ ചേച്ചിമാരെയും പറഞ്ഞത് പോട്ടെ, ആദർശേരനെ പറഞ്ഞതും സഹിക്കാം. നീ മൂർത്തി മുത്തച്ഛനെ പോലെ പാവപ്പെട്ടൊരു മനുഷ്യനെ പറ്റി എന്തൊക്കെയടി വായ തുറന്ന് വിളിച്ചു കൂവിയത്? ആനന്ദപുരി തറവാട് ഒരു ജയിലായിരുന്നല്ലേ, അവിടെ നിന്നെ തളച്ചിട്ടായിരിക്കുന്നില്ലേ. അപ്പം നമിക ചോദിക്കണ്ടേ, എന്താ സംശയം, കിരീടമൊന്നും ഇല്ല എന്നുള്ളൂ, അയാൾ രാജാവിനെ പോലെ അവിടെ നടക്കണേ. അപ്പം നന്ദുട്ടൻ പറയണ്ട, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലേ അതിനുള്ള അർഹത മനുഷ്യനുണ്ടടി. അപ്പം നമ്മുടെ മുഖക്കാകെ ദേഷ്യം വന്നിരിക്കണോ പിന്നെ എന്നുള്ളൊരു പുച്ഛഭാവമാണ് കേട്ടോ. എന്നിട്ട് നന്ദുട്ടൻ പറയണ്ട, അയാളുടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏഴായാലത്ത് നിൽക്കാനുള്ള അർഹതയൊന്നും നിനക്കും നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇല്ല. അപ്പം നന്ദുട്ടനോട് പറയണ്ടിട്ട്, വേണു അതിനെക്കുറിച്ചൊന്നും പറയേണ്ട മോളെ, ഇപ്പം അതിന് യോഗ്യത ഇല്ലാത്തവരൊക്കെ തന്നെയാണ് ആ വീടിൻ്റെ മരുമക്കളായിരിക്കണത്. അപ്പം നന്ദിട്ട് പറയട്ടോ, അതെ, ഞങ്ങൾക്ക് ആർക്കും അതിനുള്ള യോഗ്യതയല്ലേ എന്ന് ഞങ്ങൾക്കറിയാം, അത് അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ നാളെ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് കരുതിയാണ് ഇവൾ ചാനലിൽ കയറിയിരുന്നിട്ട് ആ കുടുംബത്തെ താറടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, അനന്തപുരിയിലെ മൂർത്തി മുത്തച്ഛൻ എന്ന വലിയ മനുഷ്യൻ ഭീഷണിക്ക് മുമ്പിലൊന്നും അങ്ങനെ വഴങ്ങണ ആളൊന്നല്ല. അദ്ദേഹത്തെയും കുടുംബത്തെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ നേടാനും നീ ശ്രമിക്കണമെന്നെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് നിനക്കൊക്കെ നഷ്ടം മാത്രമേ സംഭവിക്കൂ, അത് മനസ്സിൽ കുറിച്ചിട്ടോ രണ്ടാളും. അതും പറഞ്ഞിട്ട് നന്ദുട്ട അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ വേണു നിന്നിട്ട് പറയുന്നുണ്ട്, അവളിപ്പോൾ അകത്തോട്ട് ചെല്ലുമ്പോഴേ അവളെ ആയിരിക്കും സി ഐ സാറ് ചില ഡ്യൂട്ടീസൊക്കെ ഏൽപ്പിക്കാൻ പോണത്. അതോടെ ഈ ചാട്ടം നിന്നോളും. മോളുവാ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പോയി. അത് കഴിഞ്ഞിട്ട് നന്ദുട്ടൻ സിയുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. താനിരിക്കുകയെന്ന് പറയുന്നത്. എന്നിട്ട് സച്ചി ഭയങ്കരമായിട്ട് സങ്കടം നടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ടെൻഷനായ പോലെ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കുക. വേണു എന്ന് പറഞ്ഞ അയാളുടെ മോളും കൂടി വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നു. എന്നിട്ട് വലിയ വിഷമത്തിൽ ചോദിക്കണ്ടേ, ഈ അനിത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കണ്ടേ കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കണ്ടേ, എന്ത് പറ്റി സാർ? അവനെന്തിനാ ഗ്രൗണ്ടിൽ നടക്കാമെന്ന അനാമികയുടെ കാരണത്തടിച്ചത്? അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേസ് അങ്ങോട്ട് ബലം വെക്കില്ലേ? വ്യക്തമായ തെളിവോടെയാണ് അവരിവിടെ വന്ന് കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നത്, അതും സ്ട്രോങ് കംപ്ലയിൻറ്റ്. ഏതോ വക്കീലിൻ്റെ സഹായത്തോടെ എഴുതി പിടിപ്പിച്ചതാന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, അവളൊരു കുഴപ്പക്കാരി സാർ. അപ്പോൾ ഈ പറയണ അനി കുഴപ്പക്കാരനല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൊന്നും മിണ്ടണില്ല. പെൺകുട്ടികളിങ്ങനെ പട്ടപകലൊക്കെ തല്ലാൻ പാടുണ്ടോ? തല്ലിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലോ സാർ എന്ന് പറയണ്ടേട്ടോ നന്ദുട്ടൻ. ശരി, പക്ഷെ ഇവിടെ ഞാൻ ധർമ്മസങ്കടം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അവർ കംപ്ലയിൻറ്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് ആക്ഷൻ എടുക്കാതെ പറ്റില്ലല്ലോ നന്ദു. നാളെ ഞാൻ നന്ദുവായിട്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ എൻ്റെ ബന്ധുക്കളായിട്ട് വരും. മാത്രമല്ല അനിയനെ നേരത്തെ തല്ലിയതിൻ്റെ കുറ്റബോധം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മൂർത്തി സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനെ ഇവിടെ വരുത്തിച്ചാലും എനിക്ക് നല്ല വിഷമമുണ്ട്. അതിനേക്കാളൊക്കെ ഇനി അനിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊക്കെ വിഷമം പിടിച്ച പണിയാണ്. എന്നാൽ നമ്മൾ ഈ യൂണിഫോമിൽ ഇരിക്കണോണ്ട് അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നന്ദുട്ടൻ പറയണ്ട കേട്ടോ, സാർ എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇല്ല, ഒരിക്കലും പറ്റില്ല നന്ദു എന്ന് പറയണ്ട കേട്ടോ. അവരതേപോലെ കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും നന്ദു, മെല്ലെ പോയിട്ട് അവനങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ അനിയനെ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ഞെട്ടിയിട്ട് പറയാം, സാർ ഞാൻ. അപ്പോൾ സച്ചി പറയണ്ട കേട്ടോ, ഇത്തരം കേസുകൾക്കൊക്കെ അല്ലേ നന്ദു പോണത്. അപ്പോൾ നന്ദുട്ടൻ പറയണ്ടേ, എന്നെ ഇതൊന്നൊന്ന് ഒഴിവാക്കി തരണം സാർ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ നന്ദു? എനിക്ക് മനസ്സിലായിട്ടാണോ നന്ദുനോട് പോകാൻ പറയണത്? വേറെ നിവൃത്തിയില്ലഞ്ഞിട്ടല്ലേ. ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ എന്നെ ഇതൊന്നും ഒഴിവാക്കണം. അപ്പോൾ സച്ചി പറയണ്ട കേട്ടോ, എൻ്റെ നന്ദു അവരിവിടെ ഇരിക്കുമ്പോഴാണ് SP എന്നെ വിളിച്ചത്. അങ്ങേർക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റുള്ള കേസാണ്. അവിടെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാനും നന്ദുവിനോട് റിക്വസ്റ്റ് ചെയ്യപ്പോൾ നന്ദുവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. പിന്നെ വേറെ നിവൃത്തി കഴിഞ്ഞപ്പോൾ നന്ദു എനിച്ചിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് അടിച്ചിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട സച്ചി, നന്ദുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അനി ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എത്രയാണെന്ന് നന്ദുവിന് മനസ്സിലായി കാണുമല്ലോ. മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നന്ദുവിനെ കേസ് ഏൽപ്പിക്കേണ്ടി വന്നത്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് നന്ദു പോയിട്ടോ. അപ്പോൾ സച്ചിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു, ഭയങ്കര ഒരു വിജയ ഭാവമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നന്ദുട്ടൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സെക്രട്ടറി സാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്രട്ടറി ചോദിക്കുന്നത്, എന്താ മേഡം ഒരു വിഷമമുള്ള പോലെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്ന് അനന്തപുരി വരെ പോകണം, എന്നിട്ട് അനിയനെ കൂട്ടിക്കൊണ്ടുവരണം.
അപ്പോൾ സക്രിയ സാറിൻ്റെ സ്വഭാവം അറിയാലോ. ആൾ ചോദിക്കുന്നുണ്ട് എന്തിനാ അനിയനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരേണ്ടത് മേഡം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കരുത്, അനിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നാ സച്ചി സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ASI നിങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞത്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ പിന്നെ കരുതി കൂട്ടിയിട്ടാണല്ലോ. എന്നിട്ട് പറയണ്ടേ എന്താ നന്ദു ഇത് ഇങ്ങനെയുള്ള കേസിൽ ഇയാളെയാണോ പറഞ്ഞു വിടണേ? നന്ദുവിനോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് നന്ദുവിനെ പറഞ്ഞു വിടാൻ ഒരു താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ. അവനവിടെ പോയിട്ട് ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനെന്നല്ലോ പറഞ്ഞത്, അനുനയത്തിൽ സ്നേഹത്തോടെ കൂട്ടി കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. അപ്പോൾ സക്കറിയ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വേണമെങ്കിൽ കൂട്ടിന് ഞാനും കൂടെ പോകാം സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CA ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ നേരത്തെ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ. എനിക്ക് കുഴപ്പം നടക്കുന്നൊരു ഇഷ്ടമേ അല്ല, മനഃപൂർവ്വം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്ദുവിനെ നോക്കി പറയുന്നുണ്ട് നന്ദുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരാം, ഇത് കൊലക്കേസൊന്നുമല്ല, ഒരു സർക്കിൾ ഇൻസ്പെക്ടറായി ഞാൻ പോയി കൂട്ടി കൊണ്ടുവരാൻ. അല്ല ഇനി നിർബന്ധമാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാ. അപ്പം നന്ദിട്ട് പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അവർ എല്ലാവരും പോയപ്പോൾ CAയും നമ്മുടെ സക്രിയ സാർ മാത്രമായിട്ടോ. അപ്പോൾ സക്രിയ പറയുന്നുണ്ട് സാറിൻ്റെ അടുത്ത് കാമുകനെ കൂട്ടി കൊണ്ടുവരാനേ വലിയ ബുദ്ധിമുട്ടായിരിക്കും മേഡത്തിന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സജിക്ക് അത് ഇഷ്ടമായില്ല. നിർത്തടോ, കാമുകനോ അവനെ ഒരു പൂവാലിനാ, വ്യക്തമായിട്ട് പറഞ്ഞാലേ ഞരമ്പ് രോഗി. പിന്നെ നന്ദു ഇപ്പം അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടിയത് അവളുടെ 2 ചേച്ചിമാർ അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സക്രിയ പറയുന്നുണ്ട് കേട്ടോ എന്നാലും മേഡത്തിന് വിട്ടത് കുറച്ച് കടത്ത് കൈയായി പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ CA പറയുന്നുണ്ട് കേട്ടോ അവൾ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരട്ടെ, അങ്ങനെയെങ്കിലും അവനെ അവൾ വെറുക്കട്ടെ, സ്വതന്ത്രമാക്കട്ടെ. നന്ദു ഇപ്പം അവനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സക്രിയ പറയുന്നുണ്ട് സാറേ ഈ കണ്ണേർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. കണ്ണേറോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഈ കണ്ണുകൾ തമ്മിലുള്ളടക്കേ അവിടെ പോയിട്ട് മേഡം ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരെന്തായാലും ഒന്നിച്ചാണല്ലോ എന്നിട്ട് കൈ കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടിട്ടാ ഒരു ജീപ്പിൽ അവിടെ നിന്നിട്ട് ഇവിടം വരെ യാത്ര ചെയ്യണത്. അത് വലിയ കുഴപ്പമാണ് സാറേ, അങ്ങനെ നോക്കുമ്പോഴേ ഞാൻ പോണതായിരുന്നു നല്ലത്. അപ്പോൾ CA പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു വീട്ടിൽ നിന്ന് അവിടുത്തെ ഇളം തലമുറക്കാരനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ അതിൻ്റെ സമ്മർദ്ദത്തിലായിരിക്കും ആ വീട്ടുകാരൊക്കെ. ആ സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സക്കറിയ പറയുന്നത് എന്താ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അനന്തപുരിയിലെ മൂർത്തി സാറ് ഈ സ്റ്റേഷനും മുറ്റത്ത് വന്ന് തകർത്താടിയിട്ട് പോയതല്ലേ, അതിനുശേഷം അവൻ്റെ ഏട്ടനും വന്നായിരുന്നു എന്നെ കാണാൻ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ. അവൻ കുറച്ച് മിതമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പോയത്, എങ്കിലും എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുള്ള മധുരപ്രതികാരമാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സക്കറിയ സാറിന് മനസ്സിലിങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, കാമുകനും കാമുകിയും തമ്മിൽ കാണാനും അവർ തമ്മിൽ സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾ വലിയ ബുദ്ധിമാൻ ചെമയണമെന്ന് ഇങ്ങനെ CA നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയണം കേട്ടോ. മണ്ടെന്ന് പറഞ്ഞിട്ട് അറിയാതെ ഗംഭീരം ചിരിച്ചു പോയി. പെട്ടെന്ന് ചിരിച്ചും പോയല്ലോ. അപ്പോൾ സച്ചി ചോദിക്കുന്നത് താനെന്തിനും ചിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സക്കറിയ പെട്ടെന്ന് തപ്പി പിടിച്ചു തുടങ്ങി. അല്ല ഞാൻ അനന്തപുരിയിലെയും അവിടുത്തെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാ. എങ്ങനെ കഴിഞ്ഞ കുടുംബമായിരുന്നു, ഇപ്പം എല്ലാ വിലയും പോയി. ഈ അനി എന്ന് പറയണ പയ്യൻ കാരണം എല്ലാം കളഞ്ഞു വിളിച്ചു. ഇതൊക്കെ പറയുമ്പോൾ സച്ചിയുടെ മുഖത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. ഈ സമയം വേണുവിനൊക്കെ ചിരിച്ചിട്ട് പോകത്തില്ലേ സന്തോഷം കൊണ്ട് കേട്ടോ. വേണു അനാമികയൊക്കെ ഗംഭീര ചിരിയാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട് കാമുകനെ അറസ്റ്റ് ചെയ്യാൻ പോണ കാമുകി, അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരിക്കും. അപ്പം അനാമികനെ തലയാടിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണു പറയുന്നുണ്ട് അതോ പോണതോ അനന്തപുരി തറവാട്ടിലേക്കും. ഇനിയിപ്പോൾ ആ തറവാട്ടിൽ പോലീസ് കയറി നിരങ്ങും. നമുക്കിതൊക്കെ ശീലമല്ലേ, പക്ഷെ അത് ശീലമല്ലാത്തവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ സൂക്ഷിക്കണം. ഈ അറസ്റ്റ് ചെയ്യാൻ പോയവളും അവളുടെ കൂട്ടുകാരും കൂടിയിട്ടേ ഇവിടെ വന്നിട്ട് എത്ര തവണ നമ്മൾ തല്ലിയെന്ന് വല്ല ഓർമ്മയിടോ വേണ്ടേട്ടന്. അതുപോലെ ഇനി വരുമ്പോൾ നിന്നെയും ചേർത്തായിരിക്കും അവർ തല്ലണത് എന്ന് പറഞ്ഞിട്ട് അനാമികയോട്. അപ്പം അനാമിക പറയുന്നത് തല്ലിക്കോട്ടെ, തല്ലിക്കൊന്നോട്ടെ, പക്ഷെ അവനും അവൻ്റെ കുടുംബത്തിനും എന്തൊക്കെ നാശങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ വേണു പറയുന്നുണ്ട് മോളോട്, മോളെ അങ്ങനെ ഒരു മനസ്സ് വേണം നമുക്ക്, എന്നാലേ നമ്മൾ രക്ഷപ്പെടൂ. നമ്മളതിനെ അവർ കള്ളക്കേസിൽ കൊടുക്കും, നമ്മളെ ആളെ വെച്ച് തല്ലും എന്നൊക്കെ പറഞ്ഞിരുന്നാലേ ഇതൊന്നും നടക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കിട്ടണം. അതിനേത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പം രേവതി ചോദിക്കണ്ട കേട്ടോ, ആനന്ദമൂർത്തിയുടെ കൊച്ചുമനായതുകൊണ്ട് ചിലപ്പോൾ അവന് ജാമ്യം കിട്ടായിരിക്കല്ലേ. അപ്പോൾ വേണു പറയാം എവിടുന്ന് നീ എന്താ ഈ പറയണത്, കേസ് വേറെ ലെവലാ. അവൻ്റെ മുത്തച്ഛൻ ഇനിയും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ രേവതിക്ക് സമാധാനമായിട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് പിന്നെ ഇവളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരാണ് ആ ഇൻ്റർവ്യൂവിന് ശേഷം. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അവരെ ഞാൻ വിളിച്ചിരുന്നു, ഈ വാർത്തയും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോരെ, ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്താണല്ലോ ആ കുടുംബം നാണം കെടാൻ പോണത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല എന്നാണ് പൊതുവെ പറയണത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലമാണ് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ നല്ലത്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് രേവതി, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വല്ല കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായ കോടതിയും കേസൊക്കെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് നീതിയും കിട്ടായിരുന്നില്ല. പക്ഷെ ഇന്നതാണ് സ്ഥിതി. കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും വിട്ട് കളഞ്ഞ പെണ്ണിനൊപ്പമാണ് കോടതി നിയമവും. പയ്യൻ്റെ വീട്ടുകാർ പിന്നെ നഷ്ടപരിഹാരം കൊടുത്തും കൂടി. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ബന്ധം പിരിഞ്ഞാലേ നേട്ടം പെണ്ണിൻ്റെ വീട്ടുകാർക്കാണ്, പയ്യൻ്റെ വീട്ടുകാർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാ. പിന്നെ മോൾ അവനോടൊപ്പം കുടുംബജീവിതം നയിച്ചിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ഇവൾക്ക് ഇനി പല പല നേട്ടങ്ങളും ഉണ്ടാവാൻ പോണത്. വേണു പറയണ്ടേ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം, ആദ്യം അറസ്റ്റ് ഒന്നും നടക്കട്ടെ.
അങ്ങനെ ആഘോഷിക്കാൻ കേട്ടോ അച്ഛനും അമ്മയും മോളും കൂടിയിട്ട്. ഈ സമയം അനന്തപുരിയിലേക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ നന്ദുട്ടനും വേറെ 2 കോൺസ്റ്റബിൾസും കൂടിയിട്ട്. അപ്പോൾ കുറച്ചെത്തി ഇപ്പോൾ പറയുന്നുണ്ട് ഡ്രൈവറുടെ അടുത്ത് നന്ദുട്ടൻ വണ്ടി ഒന്ന് ഒതുക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കണം ആ വീട്ടിലുള്ളവർ, അവരുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ അനിയനെ ഞാൻ അറസ്റ്റ് ചെയ്യണ്ടേ, വല്ലാത്തൊരു പരീക്ഷണമായി പോയല്ലോ. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ സ്നേഹത്തോടുകൂടി വിളമ്പി കൊടുക്കേണ്ടത് ജലജ. എന്നിട്ട് അപ്പോൾ അബി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ കഴിക്കുക, അതിന് മതി എന്ന് പറയുമ്പോൾ പറയണം മോൻ കഴിക്കേ, മോന് ഇഷ്ടപ്പെട്ടതൊക്കെ ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനും നിൻ്റെ അമ്മയും കൂടിയിട്ട്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് എന്നെന്താ അമ്മ അവനോട് പ്രത്യേക ഒരു സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടാ അവനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കല്ലേ വീട്ടിലുള്ള ഫുഡ് പോലും കഴിക്കാതെ, അത് മാത്രമാണോ കണ്ണി കണ്ടവൻ്റെയൊക്കെ എന്ത് തല്ലും കൊള്ളുക. ചെറുക്കനാണെങ്കിൽ അങ്ങ് ക്ഷീണിച്ചു പോയി, കണ്ടാലിപ്പം നല്ല വിഷമം തോന്നും. അപ്പോൾ ആദർശ് ചിരിച്ചിട്ട് പറയണ്ടേട്ടാ ശരിയാ നീ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട അനിയോട്. എന്നിട്ട് അപ്പച്ചി നോക്കിയിട്ട് പറയുന്നുണ്ട് എന്നാലും ആ ക്ഷീണം മാറ്റാനായിട്ട് അപ്പച്ചി ഇവനോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് മനസ്സിലാവണില്ല. അതെന്താടാ എനിക്ക് ഇവനെ സ്നേഹിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനിയനെ തട്ടിയിട്ട് പറയുന്നത് നീ കഴിക്കും മോനെ, നിനക്കിത് ഇഷ്ടമല്ലേ എന്നോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അബിയുടെ അടുത്ത് ഇരുന്നിട്ട് നവ്യ ചോദിക്കണം നിൻ്റെ അമ്മയ്ക്ക് ഇത് എന്താടാ പറ്റിയത്. അപ്പോൾ അബി പറയണ്ടേ എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസമേ ഇവിടെ ഒരു ദുരന്തം നടക്കാൻ പോവാ, അതിന് സഹിക്കാൻ വേണ്ടിയിട്ടേ അവൻ നന്നായി കഴിക്കട്ടെ, ഇനി ചിലപ്പോൾ അവന് ഫുഡ് കിട്ടിയെന്നേ വരില്ല. അപ്പം നമ്മുടെ അനിക്കാണെങ്കിൽ ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ടോ പിന്നെയും ജലജ കഴിക്കും മോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനി പറഞ്ഞു വേണ്ട വേണ്ട മതി ഞാൻ കഴിച്ചോളാം. അപ്പോൾ നയൻ അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട് വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട പ്രായമൊന്നുമല്ലോ, അവൻ കഴിച്ചോളും. അപ്പം നയനയ്ക്ക് എന്തോ ഒരു അപകടം വന്നത്തെ പോലെ കേട്ടോ. നയന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ ഇത്രയും സ്നേഹം കാണിക്കില്ല. ജലജയുടെ മുഖമാണെങ്കിൽ കാണണം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുട്ടനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ റോട്ടിലിറങ്ങി നിൽക്കുകയാണല്ലോ വണ്ടി ചാരിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നത് മേഡത്തിൻ്റെ ഫോണാണെന്ന് നോക്കിയപ്പോൾ CI ആണ് കേട്ടോ, അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കുന്നത് മേഡം പോണ്ടേ, കുറച്ച് നേരം കൊണ്ട് മേഡത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, CI ഇനിയിപ്പോൾ ചിലപ്പോൾ എന്നെ വിളിക്കും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ. മേഡം അനന്തപുരിക്കല്ലേ പോകേണ്ടത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നിട്ട് പറയുന്നുണ്ട് അവിടേക്ക് പോകാനല്ലേ നമ്മൾ പുറപ്പെട്ടത്. എന്നിട്ട് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സത്യം പറയാലോ ഒരുപാട് സന്തോഷത്തോടെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ വേഷമിട്ടത്, SA ആയിട്ട് ചാർജ് എടുത്തത്. പക്ഷേ ഇതിപ്പോൾ വലിയൊരു ഭാരമായിട്ട് തോന്നാം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും പ്രതിസന്ധികൾ ഒഴിയണില്ല. പെൺകുട്ടികൾ തല്ലുന്നത് തെറ്റന്നെയാണ്, പക്ഷേ തല്ലുകൊണ്ടവൾക്ക് കോലയാളികളുടെ മനസ്സാ. അവളുടെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. തല്ലിയ പയ്യനാണെങ്കിൽ വെറുതെ ആരും വേദനിപ്പിക്കുന്ന സ്വഭാവമല്ല. അത് നന്നായിട്ട് അറിയണം എന്നെ തന്നെയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ വേണ്ടത് മേഡം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയേണ്ടത് പോവാം. ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ അബി ആർക്കും ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ അവൾ വരില്ലേ. നന്ദു വരും അമ്മേ, വരാതെ എവിടെ പോകാനാ, അവൾ പുറപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടേ ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അനീനെ. അപ്പോൾ അബി പറയുന്നുണ്ട് സ്നേഹിക്കുക, നന്നായി സ്നേഹിക്കുക, ഇനി ഇവിടെ സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഉണ്ടാവാൻ പോണത്, ഇതുവരെ അനന്തപുരി തറവാട്ടിൽ നടക്കാത്ത സംഭവങ്ങൾ. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ അതേപ്പറ്റി ആലോചിച്ചിട്ടേ മനസ്സിന് എന്താ ഒരു തണുപ്പ്. നിന്നെ താഴഞ്ഞിട്ടേ ആ അനീനെ വളർത്താൻ വേണ്ടി ആദർശും നിന്റെ മുത്തശ്ശനും കൂടെ എന്നു മുതൽ ശ്രമിക്കാൻ തുടങ്ങിയോ. അതിനുശേഷം അവർക്കൊക്കെ അതിന് തിരിച്ചടി കൊടുത്തോണ്ടിരിക്കല്ലേ. അവനെ സ്നേഹിക്കണവരൊക്കെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭി പറയട്ടെ കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ അമ്മേ അതെന്തേ വലിയൊരു മാരക സംഭവമായിട്ട് ഇവിടെ എല്ലാവരും അവതരിപ്പിക്കുന്നത്. അവൻ ചെറിയ കൊച്ചുമോനല്ലേ, അതിൻ്റെ പരിഗണനയാണ് ഇവിടെ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട് ചെറിയ കൊച്ചുമോനും വലിയ കൊച്ചുമോനും ഇപ്പോൾ കുടുംബത്തെ നാണം കെടുത്തിക്കൊണ്ടിരിക്കല്ലേ, എന്നിട്ടും കമ്പനിയിൽ കൂലിക്കാരനാവാനാണ് നിന്റെ യോഗം. ആ രീതികളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാമേ. ഈ വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ എല്ലാവരെയും സമനില തെറ്റും. പിന്നെ നവ്യാണെങ്കിൽ ഇപ്പം എന്നെ ജീവനെ തുല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അവളുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയുമേ. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ കവളെ തടിച്ചു തൂങ്ങിയെന്നാ ജലജ വിളിച്ചപ്പോൾ പറഞ്ഞത്. അത് നേരിട്ട് കാണിച്ചിട്ട് അവൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഭി പറയുന്നുണ്ട് പക്ഷേ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോണ ആളാണ് CI, അതുകൊണ്ട് ലോക്കപ്പ് മർദ്ദനം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ തല്ലാനും കൊല്ലാനൊന്നും പോണില്ല, പക്ഷെ അനിയനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദുവിന് തന്നെ വിട്ടത് അയാൾ മനഃപൂർവ്വമല്ലേ. അങ്ങനെ സംസാരിച്ച് നിൽക്കണോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നന്ദുട്ടൻ അവിടെ നിന്ന് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ 10:30 വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.